എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവരിലേക്ക് സ്വാഗതം. IT അഡ്മിഷൻ 2025 ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലെ 108 ITI ഗവൺമെൻറ് ITകളിലേക്കുള്ള 72 ട്രേഡുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിൽ തന്നെ നടക്കാം. IT അഡ്മിഷൻ 2025 കേരളത്തിലെ 108 ITI കോളേജുകൾ, അത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ വരുന്ന കേരളത്തിലെ 108 ITI കോളേജുകളിലെ 72 ട്രേഡുകളിലേക്കുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് ITകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യണമെന്നുള്ളത് ഉള്ള പ്രോസസ്സാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു, നിങ്ങൾ കോളേജ് കൊടുത്തു, ഫീസ് 100 രൂപ ഫീസൊക്കെ കൊടുത്ത് എല്ലാ ആപ്ലിക്കേഷനും സമർപ്പിച്ചു. ബട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് അഡ്മിഷൻ. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും മറ്റനുബന്ധ രേഖകളും കൊണ്ട് അടുത്തുള്ളൊരു ഗവൺമെൻറ് ITയിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യണം. വെരിഫിക്കേഷൻ ചെയ്യുന്ന അപേക്ഷകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയുള്ളൂ എന്ന് പ്രിയ വിദ്യാർത്ഥിനികൾ ഓർത്തിരിക്കുക. വിദ്യാർത്ഥികൾക്ക് 72 ട്രേഡ് ഉണ്ട്. നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വേണ്ട കോളേജുകളും കോഴ്സുകളും മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫീസ് 100 രൂപയാണ്. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 20-ാം തീയതിയാണ്. ജൂൺ മാസം 20-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. ജൂൺ മാസം 24 വരെ നിങ്ങൾക്ക് ഗവൺമെൻറ് ITകളിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ള പറഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ അപേക്ഷ കൊടുത്താൽ മാത്രം നിങ്ങളുടെ ആപ്ലിക്കേഷൻ പരിഗണിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ കൊടുത്ത ശേഷം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ITയിൽ പോയിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ നടത്തണം. അവിടുത്തെ ITയിലെ ജീവനക്കാരെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടുത്തെ സർക്കാർ ജീവനക്കാരെ കൊണ്ട് നിങ്ങൾ വെരിഫിക്കേഷൻ നടത്തിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ അപേക്ഷ റാങ്ക് ലിസ്റ്റിനായിട്ട് പരിഗണിക്കുകയുള്ളൂ. പ്രിയ വിദ്യാർത്ഥികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ലാസ്റ്റ് ഡേറ്റ്, അത് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 20-ഉം വെരിഫിക്കേഷൻ നടത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ മാസം 24 തന്നെയാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി അറിയിച്ചിട്ടില്ല. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റിൻ്റെ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ പുതിയ കാണുന്നവരുമായി നമസ്കാരം. ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.